ഞാനിപ്പോൾ ശിരൂരിൽ നിന്ന് വരികയാണ്. എൻ്റെ ബ്രദേഴ്സും ഞാനും കൂടി അവിടെ നിന്ന് വരികയാണ്. നമ്മളെ പണികൾ ചെയ്ത് കഴിഞ്ഞ് അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ച്. കാരണം കിട്ടൂലെന്ന് പല കോണിൽ നിന്നും പറഞ്ഞിനും അത് കാണിച്ചു കൊടുത്ത് എങ്ങനെ കിട്ടുക എന്നുള്ളത്. ഇന്നിപ്പോൾ നേരം വൈകിയും കൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ ശരീരം പുറത്തെത്തിയിട്ടും തിരിച്ചു എത്താൻ വൈകിയും കൊണ്ട് നിൽക്കുകയാണ്. അത് ഇനിയും ചിലപ്പം ഒരു ദിവസം കൂടി ചിലപ്പം വൈകിയെന്ന് വരും. അതൊന്നുമില്ല, എന്നാലും നമുക്ക് അവനെ കിട്ടി. അതിൻ്റെതായ ഒരു വൃത്തിയിൽ കിട്ടി. ചില സമയത്ത് ഞാൻ വൈകാരികമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. അത് ഒരു സാധാരണക്കാരൻ്റെ എന്താ പറയുക, ഒരു വിഷമമായിട്ട് കണ്ടാൽ മതി. ഇപ്പം ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മളെ ഫാമിലിയാണിത്. ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക്, നമ്മൾ സാധാരണക്കാരാണല്ലോ ഇവരെല്ലാവരും, ഞാനും ഒക്കെ സാധാരണക്കാര ഒരു വിഷയമാണിത്. അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത്. കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദയവ് ചെയ്തിട്ട് ഓരോ വാക്കാല് ഒന്നിനും പ്രവർത്തിയാലോ ഒന്നും വിഷമിപ്പിക്കരുത്. നമുക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല. ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് മൊത്തം എൻ്റെ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ടാസ്ക് കഴിഞ്ഞത്. ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. സാധാരണക്കാരാണ്. പല സംസാരങ്ങളിൽ പല പാകപ്പയവും വരും. അതിലെ ആളുകളെ വിട്ടുപോകും. അതൊന്നും നമുക്കാർക്കും, ഞാൻ ആ വീട്ടിലെ അംഗമല്ലേ, അപ്പം എൻ്റെ പേര് പറയണമെന്ന് ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ ഇതൊരു ക്രെഡിറ്റിനും വേണ്ടി ആരും ചെയ്യണമല്ലോ. അപ്പം ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആരും ഒന്നും പറയരുത്. ഓരോ യൂട്യൂബേഴ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ദുഃഖം നമ്മളെ നാടിൻ്റെ ദുഃഖമാണ്. അത് കേരളത്തിൻ്റെ ദുഃഖമാണ്. കേരളത്തിൻ്റെ മോനാണ് അർജുന്. ഓനെ ചേർത്ത് പിടിക്കുക. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത്, അതെ, ഭയങ്കര വിഷമമുണ്ട്. നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജാതി മതം കലർത്തരുത് എപ്പോഴും പറയണതാണ്. എന്താണ്, ഇത് സാധാരണക്കാരുടെ വിജയം. അത് ആ രൂപത്തിൽ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവനെ കിട്ടിക്കഴിഞ്ഞ്. പിന്നെ ജഗന്നാഥൻ്റെയും ലോകേഷിൻ്റെയും ഫാമിലിക്ക് തെരച്ചിൽ നിന്ന് പോകുന്നത് നിൽക്കൂല എന്നുള്ളൊരു ഗ്യാരണ്ടി തന്നിക്കണ്. ഇനി 5 ദിവസം കൂടി തിരയാന്നുള്ള, അത് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റിന് ഓരോ ഓഫീസിൽ കയറി ഇറങ്ങാനുള്ള ഒരു ഗതി ആ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ഉറപ്പുമേലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എൻ്റെ കുട്ടികൾക്ക് സുഖമില്ല, അപ്പം അതും നോക്കണം. അതെ, എനിക്ക് ആ ഒരു രംഗം കാണുമ്പം ഗംഗാവലിപ്പുഴ കുത്തി ഒഴുകണ ഒരു സമയമാണ് ജൂലൈ 16, 17, 18 ആ സമയത്ത് പുഴയിലേക്കാണ് ഈ വണ്ടി പോയതെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പിന്നെ ജീവനോട് ഉണ്ടാവൂല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയെന്നുള്ളത് ഇനി ഒരു കൺഫ്യൂഷന്. ഒരു വിദഗ്ധന്മാരുടെ ഒരു സാന്നിധ്യം കുറവാണ്. ഭയങ്കര ലാഗിങ് ആണ് കർണാടക. മനുഷ്യൻ്റെ വില 5 പൈസൻ്റെ വില ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് അവിടെ. ആ നാട്ടിനെ നമ്മൾ കുറേ മാറ്റിയെടുത്തിക്കണ് ഈ ഒരു വിഷയത്തിലൂടെ. പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇപ്പോൾ എൻ്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തേക്ക് 3 ദിവസമായി. ഇനിയും എന്താണ് ഒരു DNA ടെസ്റ്റ് എന്നുള്ള ഒറ്റ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇനി എത്ര ദിവസം ആവുമെന്ന് അറിയില്ല. എന്താണ് ശവത്തെ വെച്ചിട്ട്
ആഘോഷിക്കരുത്. കർണാടക ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, അതിന് അർഹിച്ച ബഹുമാനം കൊടുത്ത് ഈ വീട്ടുകാർ ഓരോ സെക്കൻഡും തീ തിന്ന് ജീവിക്കുകയാണ്. കർണാടക ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തിട്ട് ഇവിടേക്ക് ഓനെ എത്തിക്കുക, നമുക്ക് ഓനക്ക് നല്ലൊരു വരവേൽപ്പ് കൊടുക്കുക, വിട വാങ്ങുക.